ഹായ് ഓൾ. അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള കുറച്ച് ദിവസമല്ല ഇന്നലെ മുതലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ത്, ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യാൻ പാടുന്നുണ്ടോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പാടുന്നുണ്ടോ, ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എല്ലായിടത്തും അല്ലേ ഹിന്ദിക്കാരെല്ലാവരും ഫുൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം ട്രെൻഡിങ് ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം. ഈ ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യാൻ പാടുന്നുണ്ടോ ഇല്ലയോ? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുന്നത് ചെയ്യാൻ പാടില്ല. ഇത് ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര അൺഫെയർ ആയിട്ട് കുറേ കുട്ടികൾക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്, ഇല്ല, അങ്ങനത്തെ അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇത് ചെയ്യാൻ പാടില്ല, എന്തിനാണ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ചെയ്തു അങ്ങനെയായിരിക്കും. അപ്പോൾ പലരും ചോദ്യം അതായിരിക്കും, എന്തുകൊണ്ടാണ് എന്നിട്ട് ഇങ്ങനെയൊക്കെ തെറ്റാന്ന് മനസ്സിലായിട്ട് എന്തുകൊണ്ടാണ് ചെയ്തു? കഴിഞ്ഞൊരു 7 വർഷത്തോളമായി SSC ഈ ഓൺലൈൻ അനാലിസിസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഞാനൊക്കെ പഠിച്ചിരുന്ന 2018-19 ആ സമയത്ത് ഇവർ അനാലിസിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഹിന്ദിക്കാരും അനാലിസിസ് ചെയ്യും. നമ്മൾ ഉള്ള മുറിയൻ ഹിന്ദിയും കാര്യങ്ങളൊക്കെ നമുക്കറിയാത്ത ഹിന്ദിയും കാര്യങ്ങൾ വെച്ച് അത് കണ്ടുപോകും അല്ലേ. പക്ഷെ ഇതറിയാത്ത ഈ ഹിന്ദി അറിയാത്തൊരു വിഭാഗം, വലിയൊരു വിഭാഗം നമ്മൾ ഈ സൗത്ത് ഇന്ത്യയിലുണ്ട്. ഈ തമിഴ്നാട്, കർണാടക, കേരള, ആന്ധ്രാപ്രദേശ്, തെലങ്കാന പോലത്തെ ആളുകൾ എല്ലാവർക്കും. ഇപ്പോൾ എനിക്ക് കുറച്ച് ഹിന്ദി മനസ്സിലാവുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇത് അറിയാത്ത ആളുകളുണ്ടാവും. അതായത് ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 25% വരുന്നത് ഈ താഴത്ത് വരുന്ന ആളുകളാണ്. അപ്പോൾ ഈ 75% ആളുകൾ ഈ ഹിന്ദിയിലെ ക്വസ്റ്റ്യനും കാര്യങ്ങളെല്ലാം കേൾക്കുന്നു. ഈ 25% താഴെ വരുന്ന ആളുകൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല. ഇവർ എന്നും പുതിയ പരീക്ഷ പോലെ തന്നെ എഴുതി പോകുന്നു. ചിലപ്പോൾ ആർക്കെങ്കിലും ഫ്രണ്ട്സൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ അവരുടെ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ കിട്ടുക എന്നല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ഈ 25% ആൾക്കാർ ഈ ക്വസ്റ്റ്യൻ കാണാതെ പോകുന്നു, ബാക്കിയുള്ളവർ കണ്ടുപോകുന്നു അല്ലേ. അപ്പോൾ ഇതും ഒരു അൺഫെയർ ആയിട്ടുള്ള കാര്യമല്ലേ. നേരത്തെ പറഞ്ഞതിനേക്കാൾ അൺഫെയർ ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്കിത് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. നമ്മളിത് പ്രാവശ്യം അനാലിസിസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച ഒരാൾ തന്നെയാണ്. കഴിഞ്ഞ 2022 2 വർഷം മുമ്പ് ഇതുപോലെ ബാൻ ചെയ്തിട്ട് വന്നായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ 2 ഷിഫ്റ്റ് ചെയ്തു, പിന്നെ ബാൻ ചെയ്തതിനു ശേഷം നമ്മൾ നിർത്തിയതാണ്. അങ്ങനെ ഇപ്രാവശ്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പരീക്ഷയുടെ തലേദിവസമൊക്കെ നോക്കുമ്പോൾ ചില ചാനലുകൾ ഇപ്പോഴേ വീഡിയോ ലൈവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ടുമോറോ 10 മണിക്ക്, അതായത് 10 മണിക്ക് പരീക്ഷ തീരുന്നേ ചെയ്യുള്ളൂ. അത് പരീക്ഷ പുറത്തിറങ്ങി കുട്ടികളുടെ നിന്ന് ക്വസ്റ്റ്യനൊക്കെ കിട്ടിയാൽ ചെയ്യണമെങ്കിൽ 10:30 പക്ഷേ ഇവരൊക്കെ 10 മണിക്കേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചത് വീണ്ടും ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നമ്മൾ മാത്രം ചെയ്യാതിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ചോദ്യമായിരിക്കും, അത് അവർ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ തെറ്റ് ചെയ്യണം അല്ലേ? ഇല്ല, ലോജിക്കലി അത് കറക്റ്റാണ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ ആ വലിയ തെറ്റിനെ മറക്കാൻ ഒരു ചെറിയ തെറ്റുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്നിട്ട് അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അത് അൺഫെയർ ആണ്. പക്ഷേ അതിനേക്കാളും അൺഫെയർ ആണത് ഈ കിടക്കുന്ന സാധനം. അതായത് വലിയൊരു വിഭാഗം ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ ഒന്നും കിട്ടാതെ പോകുന്നു, ബാക്കിയുള്ളവരെന്ത് എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കിട്ടി പോകുന്നു. പക്ഷേ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ കിട്ടിയതുകൊണ്ട് വലിയൊരു ഉപകാരമുണ്ടോ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനൊക്കെ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഈ കുട്ടികൾക്കെല്ലാം ഭയങ്കര മാർക്ക് കിട്ടുന്നു, കയറിപ്പോകുന്നു, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ നമുക്ക് പറയാമെന്നല്ലാതെ അങ്ങനെയൊന്നും നടക്കില്ല. കഴിഞ്ഞ എൻ്റെ ഒരു 7 വർഷത്തെ എക്സ്പീരിയൻസിൽ പഠിക്കാത്ത ഒരാളും ഈ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുമില്ല. നല്ലോണം പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറേണ്ട ഒരാൾ ഈ കാരണം കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഔട്ടായിട്ടില്ല. വേറെ പല കാരണം കൊണ്ടും ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് അനാലിസിസ് കിട്ടി കൂടുതൽ മാർക്ക് പോയതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയിട്ടുമില്ല, വേറെ ആരും കയറിയിട്ടുമില്ല റാങ്ക് ലിസ്റ്റിൽ. ചിലപ്പോൾ Tier 1 ചിലപ്പോൾ ഒന്ന് തട്ടിമുട്ടി, വളരെ ചുരുക്കം കുറച്ചാൾ, അതും കുറച്ചാളുകൾ ചിലപ്പോൾ തട്ടിമുട്ടി കയറിയായിരിക്കും. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ആരും പോവില്ല, അവരും പോവില്ല കേട്ടോ. പിന്നെ വേറെ ആരോ ഗ്രൂപ്പിൽ പറയുന്നത് കേട്ടു, ഈ കട്ട് ഓഫ് കൂടാനുള്ള കാരണം ഈ മോക്ക് ടെസ്റ്റ് ഇത് ഡിസ്കഷനാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ നിങ്ങൾ SSCൻ്റെ ഓരോ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി. ഈ മോക്ക് ടെസ്റ്റ് അനാലിസിസ് ഇപ്പോൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നോക്കണ്ട. നിങ്ങളിപ്പോൾ കഴിഞ്ഞ 2018 മുതലുള്ള SSCൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് നോക്കിയ ഒരാളാണെങ്കിൽ അത് മതി നിങ്ങൾക്ക് അല്ലേ. പുതുതായിട്ട് നിങ്ങളൊന്നും പഠിക്കേണ്ട, ആ ക്വസ്റ്റ്യൻ തന്നെ നോക്കിയാൽ അതേ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോഴും വാല്യൂ മാറ്റി ചിലതൊക്കെ സെയിം ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഇടുന്നു. ഒരു പേപ്പറിൽ മാക്സിമം 2-3 ക്വസ്റ്റ്യൻ ആണെന്ത് കുറച്ച് ടഫാക്കിയിട്ട് ഇവർ SSC ഇടുന്നു. ബാക്കി എല്ലാം പഴം പോലത്തെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഡേ 1 ഷിഫ്റ്റ് 1 ചോദ്യം നമ്മൾ കണ്ടു അല്ലേ. എന്താ, ഒരു ഈക്വലായിട്ട് ട്രയാങ്കിൾ 2 സൈഡിൻ്റെ സംഭവം വന്നിട്ടുണ്ട്, 3ാമത്തെ സൈഡ് എത്ര, ഇങ്ങനത്തെ ചോദ്യം. ഇതൊക്കെ ഒരു 10ാം ക്ലാസ് ലെവൽ പോലും നിലവാരമില്ലാത്ത ചോദ്യമാണ് ഈ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. വെറും 2-3 ക്വസ്റ്റ്യനൊക്കെയാണ് ഒരു പേപ്പറിൽ കുറച്ചൊരു ലെവൽ എന്ന് പറയാം. നമുക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആക്കണമെങ്കിൽ 2 ടോപ്പിക്കാണ് മെയിനായിട്ട് വിചാരിക്കേണ്ടത്. ഒന്ന് മാത്സ്, ഒന്ന് GK. അതിൽ GK എപ്പോഴും നോർമലായിട്ട് ആ ഒരു ആവറേജ് റേഞ്ചിൽ പോകുന്നുണ്ട്. പക്ഷേ മാത്സ് ഇത്രയും ഈസി ആക്കി കഴിഞ്ഞാൽ പിന്നെ കട്ട് ഓഫ് കൂടുന്നതിന് വേറെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. പിന്നെ അനാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും എന്താണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ അനാലിസിസ് ചെയ്യുമ്പോൾ കൂടുതൽ കുട്ടികൾ കാണും, അറ്റൻഷൻ കിട്ടും, അവരുടെ ചാനലിൽ ആൾക്കാരുടെ എണ്ണം കൂടുമില്ലേ. നമുക്കും അങ്ങനത്തെ ഒരു ഉദ്ദേശമൊക്കെ തന്നെ ഉണ്ട്. നമുക്കും എന്ത് ചെയ്ത് ബാക്കിയുള്ള കുട്ടികളെല്ലാം കയറും, നമുക്കും നമ്മുടെ ചാനലിലും കുട്ടികൾ കാണും അല്ലേ. പക്ഷേ ഇത് ഫെയർ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലാന്നേ പറയുള്ളൂ. പക്ഷേ ഈ ഒരു ഫെയർ, ഇപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിലുള്ള കുട്ടികൾ അവരുടെ ടെൻഷൻ ഇതായിരിക്കും, അവർക്ക് ബാക്കിയുള്ളവരെല്ലാം അനാലിസിസ് കിട്ടി നമുക്ക് അത് നഷ്ടമാവുമെന്ന്. ഇല്ല കേട്ടോ, ഒരു കാരണവശാലും ഫസ്റ്റ് ഷിഫ്റ്റിൽ പരീക്ഷ എഴുതിയ കുട്ടികൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പരീക്ഷ എന്തായിരിക്കും, കുറച്ച് ആവറേജ് മാർക്ക് കുറവായിരിക്കും, അതിന് നോർമലൈസേഷനിൽ നിങ്ങൾക്ക് കുറച്ച് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ പരീക്ഷ ടഫാണെങ്കിൽ കേട്ടോ, പരീക്ഷ ടഫാണെങ്കിൽ മാത്രമല്ല ടഫും പിന്നെ അതിൻ്റെ കൂടെ ഫസ്റ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് കുറച്ചൊരു മാർക്ക് അധികം കിട്ടാൻ സാധിക്കും. കാരണം ഞാനൊക്കെ ഫസ്റ്റ് അല്ലെങ്കിൽ 2ാമത്തെ ഷിഫ്റ്റിലാണ് ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് എഴുതിയത്. എനിക്കൊരു പ്രശ്നം അതുകൊണ്ട് വന്നിട്ടില്ല. എനിക്ക് നല്ല എൻ്റെ കൂട്ടുകാർക്കും വന്നിട്ടില്ല. ഫസ്റ്റ് ഷിഫ്റ്റിൽ എഴുതി ഒരുപാട് പേര് എനിക്കറിയാം, അവരൊക്കെ കയറി പോയിട്ടുള്ളൂ.
കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ നിങ്ങളോട് മുന്നിൽ ഇങ്ങനെ പല മാന്യന്മാരായിട്ട് നടക്കുന്ന ഇപ്പോൾ ഇന്നും നിലക്കായിട്ട് നമ്മൾ പല ചാനലിലും കണ്ടു, പല മാന്യന്മാരായിട്ട് പല അധ്യാപകരും വലിയ കുട്ടികളുടെ കൂടെയൊക്കെ ഇവരൊക്കെ പണ്ട് ചെയ്തിരുന്ന ആളുകളാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു പല ആളുകളും സെൻറ്ററിൻ്റെ പുറത്ത് പോയിട്ട് മൈക്കും ചൂണ്ടിയിട്ട് നിങ്ങളെ പരീക്ഷ എന്താണ് ഈസി ആയിരുന്നു, എത്ര ക്വസ്റ്റ്യൻ മാത്സ് ചോദിച്ചു, എത്ര ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ചോദിച്ചു, ഇങ്ങനെ ചോദിച്ച അവരുടെ ചാനലിലൂടെ പുറത്ത് വിട്ട ആളുകളാണ് ഈ വീഡിയോയിൽ വന്നിട്ട് പറയുന്നത് ഇത് ചെയ്യാൻ പാടില്ല, അനാലിസിസ് ഒന്നും ചെയ്യണ്ട അല്ലേ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യേണ്ട, അനാലിസിസ് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, സേഫ് സ്കോർ മറ്റേ ഓരോരുത്തർ എത്ര ഇപ്പോൾ പല ആളുകളും എന്തോ ഒരു സേഫ് സ്കോർ അല്ല എത്ര അറ്റംപ്റ്റ് ചെയ്തു, എന്തിനാ അതിൻ്റെ സർവേ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു പരീക്ഷ കഴിയുന്നവരെ കാത്തിരുന്നൂടെ? പരീക്ഷ കഴിയുന്നവരെ കാത്തു നിന്നിട്ടാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പരീക്ഷൻ്റെ ഇടയ്ക്ക് തന്നെ ഓരോ ഷിഫ്റ്റിലും കുട്ടികൾ എത്ര സർവേ ചെയ്തു, അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു, പരീക്ഷ ഈസി ആണോ ഹാർഡാണോ എന്നൊക്കെ നോക്കുന്നതിനാണ് അല്ലേ. പിന്നെ ഒരു കാര്യം പറയും, ഓൺലൈനായിട്ട് പരീക്ഷ SSC നടത്താൻ തുടങ്ങിയ കാലം മുതൽ തന്നെ പിന്നെ ഫെയർനെസ് എന്ന പരിപാടിയില്ല. കാരണം ഓരോ വർഷം എന്താണ് ഓരോ ഷിഫ്റ്റിലും എന്താണ് പല പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇതൊക്കെ തന്നെ ടഫ്നെസ്സും ഹാർഡ്നെസ്സും ഒക്കെ ലെവൽ. ഇപ്പോൾ ഞാനൊക്കെ ഇതേ ചില പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു, ആവറേജ് സ്കോർ എന്തായാലും 110 ചിലരുണ്ട്, ചിലതിൻ്റെ 143 പിന്നെ നോർമലൈസേഷനൊക്കെ വന്നുകൊണ്ട് പിന്നെയും കുറേയൊക്കെ ഇതൊന്ന് ഈക്വലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഫെയർനെസ് അൺഫെയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഓൺലൈനായിട്ട് നടക്കുന്നതിന് ഒരു അൺഫെയർ ആയിട്ടുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ പിന്നെ ഒറ്റ ഷിഫ്റ്റിലെല്ലാം ഓഫ്ലൈനായിട്ടൊക്കെ നടത്തണം, എന്നാലേ ഇത് ഫെയർ ആവുള്ളൂ കേട്ടോ. അല്ലാതെ ആരും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യരുത്, ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് നിരോധിച്ചാൽ പോലും ഓഫ്ലൈനായിട്ട് പല കുട്ടികളും നമ്മൾ എന്തായാലും പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന നമ്മളൊരു ഫ്രണ്ടിനെ വിളിക്കൂലേ, വിളിക്കും കേട്ടോ, അതിലൊന്നും ഒരു സംശയമില്ല. അപ്പോൾ വിളിച്ചിട്ട് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ നടക്കുന്ന കാര്യം, ഇതെല്ലാം കൂടെ നിർത്തലൊന്നും പോസിബിൾ അല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു SSC ഇന്നലെ ചെയ്ത കാര്യം ഒരു പരീക്ഷ തുടങ്ങുന്നതിന് തലേ ദിവസം കാണാൻ ചെയ്തിരുന്നെങ്കിൽ ആരും ഇത് ചെയ്യില്ലായിരുന്നു, നമ്മളടക്കം ആരും ചെയ്യില്ലായിരുന്നു കേട്ടോ. നമ്മളേതായാലും ചെയ്യാൻ പോകുന്നില്ല, ഇനി ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇനിയുള്ള കുട്ടികളോട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി പരീക്ഷയൊക്കെ കഴിയുന്ന കുട്ടികൾ ആർക്കും ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ. പലപ്പോഴും എന്താ പറയുക, ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുത്താൽ പോലും നിങ്ങൾ ഓൺലൈനായിട്ട് ഈ ടെലഗ്രാം, വാട്സാപ്പ്, ഫോൺ കോളിലൂടെ ഒന്നും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാതിരിക്കുക. എന്നൊക്കെ മാക്സിമം അവർക്ക് പോയി ഡിബാർ ചെയ്യാൻ പറ്റും അല്ലേ. ഞാൻ ഓൾറെഡി ഉള്ള ജോലിയും കളഞ്ഞു വന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഒരാൾ, എന്നെ പിന്നെ ഡിബാർ ചെയ്തുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ വെറുതെ അതിന് നിൽക്കണ്ട. കാരണം SSC ഇപ്പോൾ ഒരു ലീഗൽ ആക്ഷൻ എടുക്കുക, പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എത്രത്തോളം പോസിബിൾ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം അത് കോടതിയിലെത്തിയിട്ട് ഈ ആൾക്കാരെ ശിക്ഷിക്കുന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ SSCക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്, നിങ്ങൾ ഡിബാർ ചെയ്യാൻ പറ്റും പരീക്ഷയിൽ. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ക്വസ്റ്റ്യനോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല നോട്ടീസ് വന്ന സ്ഥിതിക്ക് ഇനി ആരെങ്കിലും ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ അഥവാ അടുത്തുള്ള ഒരാൾ അങ്ങോട്ടും പറഞ്ഞു കൊടുത്താലും ഈ ഫോണിലൂടെയും കാര്യങ്ങളും ടെലഗ്രാമിലൂടെ ഗ്രൂപ്പ് ഞാൻ കണ്ടു, പല ഗ്രൂപ്പിലും പല ആൾക്കാരൊക്കെ ചോദിക്കുന്നത്, ഇനി അതൊന്നും ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ പരീക്ഷ എഴുതുക, പോവുക, തിരിച്ച് വരിക, Tier 2ൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിൻ്റെ അപ്പുറത്തേക്കൊന്നും നിങ്ങളിനി ചെയ്യാൻ പോകണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കുള്ളതിൽ കാര്യങ്ങൾ പറയാൻ നമ്മളാരും ഇത്ര വലിയ പുണ്യവാളന്മാരൊന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ചെയ്തതിൻ്റെ കാരണം ഇതാണ്, നമുക്കും നമ്മുടെ കുട്ടികൾക്കും വേണ്ട ക്വസ്റ്റ്യനും അല്ലേ. അപ്പോൾ വലിയൊരു തെറ്റ് അവിടെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള കാര്യം നടക്കുമ്പോൾ ചെറിയൊരു അൺഫെയർ ആയിട്ടുള്ള കാര്യം നമ്മളും ചെയ്തു. പക്ഷേ പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനതിന് യോജിക്കുന്നില്ല, ഒരു തരത്തിലുള്ള അനാലിസിനും ഞാൻ യോജിക്കുന്നില്ല. ഇനി അങ്ങോട്ട് നമ്മളായിട്ട് ചെയ്യാനും പോകുന്നില്ല കേട്ടോ, ഒരു തരത്തിലുള്ള. ഇനി ഒരു ക്വസ്റ്റ്യനും പറയുന്നില്ല പേപ്പർ ഈസി ആണോ ഹാർഡാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ടഫാണോ. പിന്നെ ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു മാക്സിമം 2 ദിവസം അനാലിസിസ് നമ്മൾ ചെയ്യുള്ളൂ. അതെന്താ വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പോക്ക് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അതും ഫെയർ അല്ല, പറഞ്ഞു പോകുമ്പോൾ ഒന്നും ഫെയർ അല്ല. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു, അതൊരു തെറ്റായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ ഈ കുട്ടികളോട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് മാക്സിമം ഇനി ആരും ഒന്നും ചെയ്യാതിരിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ കണ്ടിട്ട് ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കാൻ പോകണ്ട, എല്ലാവരും അവനവൻ്റെ രീതിയിൽ പോയിട്ട് പരീക്ഷ എഴുതട്ടെ. എല്ലാവരും ഇനി അങ്ങോട്ടില്ല, ഇപ്പോൾ 11-ാം തീയതിയായി, ഇനി ഒരുപാട് 10-9 ദിവസങ്ങൾ പരീക്ഷയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.